അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർനുജി ഇമാം റളിയല്ലാഹു അൻഹു തങ്ങളുടെ തഅലീമുൽ മുതഅല്ലിമിൽ പഠനാരംഭവും അതിൻ്റെ കണക്കും ക്രമവും പറയുന്ന ഫസലിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാൻ്റെ മദദ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനവറുകൾ പറയുകയാണ്, വയംബഗി, ഒരു വിദ്യാർത്ഥിക്ക് അത്യാവശ്യമാണ്, അല്ലായകൂന, ആകാതിരിക്കൽ, ഉണ്ടാവാതിരിക്കൽ, ലി ത്വാലിബിൽ ഇൽമി, അറിവന്വേഷകന്, ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവാതിരിക്കൽ അത്യാവശ്യമാണ്. ഫത്രത്തുൻ, ഒരു ഫത്രത്തിൻ്റെ കാലഘട്ടം, ഒരു ഇടവേള, കുറച്ചിങ്ങനെ പഠിച്ച് പിന്നെ കുറച്ച് കാലം മുങ്ങുന്ന ഒരവസ്ഥ, അത് ഒരിക്കലും ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവാൻ പാടില്ല. തുടർച്ചയായി പഠിക്കണം. അങ്ങനെ ഉണ്ടായാൽ എന്താണ് പ്രശ്നം? ഫഇന്നഹ, തീർച്ചയായും ആ ഇടവേളയുണ്ടാകുന്നത് ആഫത്തുൻ, അത് വല്ലാത്ത പ്രശ്നമാണ്, പ്രയാസമാണ്, ആപത്താണ്. വകാന ഉസ്താദുന, നമ്മുടെ ഉസ്താദ് അശ്ശൈഖ് അൽ ഇമാം ബുർഹാനുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളായിരുന്നു. യഖൂലു, മഹാനവറുകൾ പറയുമായിരുന്നു, ഇന്നമാ ഫുഖ്തു അലാ ശുറക്കാഇ, എൻ്റെ ശരീക്കുകൾ, ക്ലാസ്മേറ്റ്സുകൾ, എൻ്റെ കൂടെ പഠിച്ച ദർസിലുണ്ടായിരുന്ന ആളുകളെക്കാൾ ഉസ്താദിന് എന്നോട് ഇഷ്ടവും ക്ലാസ്സിൽ എനിക്കൊരു സ്ഥാനവും കൂടുതൽ അറിവ് ലഭിക്കുന്നവനായി എന്നുള്ള പേരും പ്രശസ്തിയും ഒക്കെ കിട്ടാനുള്ള കാരണം ബി അന്നി, ഞാൻ, ലം തഖഅലി, എനിക്കൊരിക്കലും സംഭവിച്ചിട്ടില്ല, അൽ ഫത്രത്തു ഫിത് തഹ്സീൽ, അറിവ് നേടുന്നതിൽ ഒരു ഇടവേള. ഞാൻ പഠിക്കാൻ പോയത് മുതൽ ആ പഠനം തീരുന്നത് വരെ തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാതെ കുറച്ച് പഠിച്ചു, പിന്നെ ഒരു വർഷം റെസ്റ്റ് എടുത്തു, പിന്നെ വേറെ എന്തെങ്കിലും പണികൾ ചെയ്തു, അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പഠിക്കാൻ വന്നാൽ ആ ഇടവേളയിൽ നമുക്ക് വല്ലാത്ത നഷ്ടം സംഭവിച്ചിട്ടുണ്ടാകും. പലപ്പോഴും പല ദർസുകളിലും മദ്രസകളിലുമൊക്കെ ഇത് കണ്ടുവരാറുണ്ട്. കുട്ടികൾ ചിലപ്പോൾ താഴെയായിരിക്കും, ബിലോ ആവറേജ് സ്റ്റുഡൻസ് ആയിരിക്കും. അവരിങ്ങനെ പഠിപ്പിച്ച് അവരിങ്ങനെ ഒന്ന് റെഡിയായി ഇങ്ങനെ വന്നിട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 4 ദിവസം ലീവാകും. അപ്പോൾ അവർ വന്ന ആ റൂട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. പിന്നെ ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും. അല്ലെങ്കിൽ നല്ല പഠിക്കുന്ന കുട്ടികളായിരിക്കും. അവർ പഠിച്ച് നല്ല ഉഷാറായി വരുന്ന സമയത്ത് എന്തെങ്കിലും കാരണത്താൽ 1-2 മാസം ലീവ് എടുക്കും. അങ്ങനെ ലീവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ മുമ്പ് പഠിച്ചതൊന്നും ഓർമ്മയുണ്ടാവില്ല. പിന്നെ പുതിയത് പഠിക്കുമ്പോൾ മുമ്പിലേക്ക് കണക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്കത് കണക്റ്റ് ആവുകയില്ല. അങ്ങനെ പഠനത്തിൽ പിന്നെയും പിന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ സാധാരണയിൽ കണ്ടുവരാറുണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മിൽ ഒരു ഇടവേള, ഒരു ഫത്രത്ത് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പഠനത്തിൽ പിന്നാക്കാവസ്ഥ നേരിടേണ്ടി വരും, മോശമായി മാറും. തഅലീമുൽ മുതഅല്ലിമിലെ ഈ പഠനാരംഭവും അതിൻ്റെ കണക്കും ക്രമവും പറയുന്ന ഫസ്ൽ, അതായത് ഫസ്ലുൻ ഫി ബിദായത്തി സബ്ഖി വ ഖദ്രിഹി വ തർത്തീബിഹി എന്ന ഫസ്ൽ ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ പുതിയ ഫസ്ൽ, അതായത് ഫസ്ലുൻ ഫി തവക്കുൽ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന തവക്കുലിൻ്റെ, അള്ളാഹുവിനെ ഏൽപ്പിച്ച് കാര്യങ്ങൾ നേടുന്നതിനെ കുറിച്ച് പറയുന്ന ഫസ്ലാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ ചർച്ച ചെയ്യാനുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ നല്ല അടിമകളിൽ, നല്ല ആലിമീങ്ങളിലും മുതഅല്ലിമീങ്ങളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.